റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സിവിൽ സപ്ലൈസ് NFSA ഗോഡൌണുകളിൽ കയറ്റിറക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സമരത്തിലേക്ക്. തൊഴിലാളികളുടെ കൂലി വർധന സർക്കാർ തടഞ്ഞതിന് പിന്നാലെയാണ് തീരുമാനം. ഗോഡൌണുകൾ അടച്ച് പണിമുടക്കുമെന്ന് INTUC അറിയിച്ചു. NFSA ഗോഡൌണുകളിലെ കൂലി ഏകീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടപ്പിലാക്കിയില്ലെന്നാണ് ആരോപണം. എല്ലാ NFSA ഗോഡൌണുകളിലെയും കൂലി ഏകീകരിക്കണമെന്നും കയറ്റിറക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കൂലി വ്യത്യാസമുണ്ട്. അത് ഏകീകരിച്ച് തുല്യനിലയിലാക്കണം എന്നൊരഭിപ്രായം മുന്നോട്ട് വെച്ചത് യൂണിയനുകളാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും കൂടി നിർദ്ദേശിച്ചതനുസരിച്ച് ലേബർ കമ്മീഷണർ നേതൃത്വം ഏറ്റെടുത്ത് ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. ആ സമിതിയുടെ ശുപാർശ നിലവിലുള്ള കൂലിയേക്കാൾ 15% കൂലി വർധനവ് നടപ്പാക്കണം എന്നതായിരുന്നു. ആ ശുപാർശ ഗവൺമെൻറ്റിലേക്ക് വരികയും മുഖ്യമന്ത്രിയുടെ തലത്തിലെത്തിയപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി എന്ന് ചൂണ്ടിക്കാണിച്ച് കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി വർധനവ് സർക്കാർ നിഷേധിച്ചിരിക്കുകയാണ്. തൊഴിലാളികളോടുള്ള സർക്കാരിൻ്റെ സമീപനം നിഷേധാത്മകമാണ്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് അരുൺ സോളമൻ. സമരത്തിലേക്ക് കടക്കുകയാണോ തൊഴിലാളികൾ? സുജയ, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കയറ്റിറക്ക് തൊഴിലാളികൾ സമരരംഗത്തേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചന തന്നെയാണ് INTUC സംസ്ഥാന നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം 2023 ഫെബ്രുവരി മാസമാണ് ഈ കയറ്റിറക്ക് തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുള്ള കൂലി വർധനവിൻ്റെ കരാർ അവസാനിച്ചത്. ഇതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വം പ്രധാനമായും ഭക്ഷ്യവകുപ്പ് മന്ത്രിയും തൊഴിൽ വകുപ്പ് മന്ത്രിയും അടക്കമുള്ളവർ ഒരുമിച്ച് എടുത്തൊരു തീരുമാനമായിരുന്നു ഇവരുടെ കൂലി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അതിനായിട്ട് ലേബർ കമ്മീഷണറുടെ ഒരു സമിതിയും രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ മുഖ്യമന്ത്രിയുടെ ടേബിളിലെത്തിയപ്പോൾ ഇപ്പോൾ ആ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ്. 15% കൂലി വർദ്ധിപ്പിക്കാമെന്നുള്ളൊരു തീരുമാനമാണ് സമിതി എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുന്നില്ല. കാരണം ഉത്തരവ് പിൻവലിപ്പിക്കുന്നതിന് പുറമെ സർക്കാർ നൽകിയിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിന് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ കൂലി വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരിൻ്റെത്. പക്ഷേ ഇപ്പോൾ INTUC നേതൃത്വം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് 4ാം സർക്കാർ വാർഷികം വലിയൊരു രീതിയിൽ കോടികൾ മുടക്കി ഒരു ധൂർത്ത് നടത്തുന്നു. അത്തരത്തിൽ സർക്കാർ സാമ്പത്തികത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ദുർവിനിയോഗം ഇത്തരത്തിൽ വലിയ രീതിയിൽ നടക്കുമ്പോൾ സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഉയർത്തുന്നത്. ഇത് സംബന്ധിച്ച് CITU അടക്കമുള്ള യൂണിയനുകൾ വരുന്ന ദിവസങ്ങളിൽ സമരരംഗത്തേക്ക് എത്തുമെന്നുള്ള സൂചന കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും ഒരു സംയുക്ത സമരസമിതിയായി രൂപീകരിച്ച് വലിയ രീതിയിൽ ഗോഡൌണുകൾ പൂട്ടിക്കൊണ്ട് സമരരംഗത്തേക്ക് എത്തും. നിലവിൽ സംസ്ഥാനത്തെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിനെത്തിയിട്ടുള്ള അരികൾ ഗോഡൌണിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ അരികൾ കൃത്യമായി വിതരണം ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു സമ്പൂർണ്ണ രീതിയിൽ ഈ ഗോഡൌണുകൾ പൂട്ടിക്കൊണ്ടൊരു സമരരംഗത്ത് എത്തുക. മറ്റൊന്ന്, നിലവിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഗോഡൌണുകളിലെ ഈ കയറ്റിറക്ക് തൊഴിലാളികളുടെ കൂലി വേതനം സംബന്ധിച്ച് വ്യത്യസ്ത റേറ്റുകളിലാണ് നൽകുന്നത്. അത് ഏകീകരിക്കണമെന്നുള്ള ആവശ്യം പോലും സംസ്ഥാന സർക്കാർ ഈ ഒരു ഘട്ടത്തിൽ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ആവശ്യങ്ങൾ പ്രധാനമായും സംസ്ഥാന സർക്കാർ പ്രധാനമായും ഈ ഭക്ഷ്യവകുപ്പ് ഇടപെട്ടുകൊണ്ട് തന്നെ ഈ തൊഴിൽ വർധനവിൻ്റെ ഈ കൂലി വർധനവ് പ്രധാനമായും നൽകണമെന്നുള്ള ആവശ്യമാണ്. തൊഴിലാളികൾ സമരത്തിലേക്ക് നീങ്ങുകയാണ്. വിവരങ്ങളാണ് അരുൺ സോളമൻ പങ്കുവച്ചത്. ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെ വഞ്ചിച്ചുവെന്ന ആരോപണമാണ് തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറുപടി പറയേണ്ടത് സർക്കാരാണ്.